യെസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അങ്കിൾ ഹൗഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. അങ്കിൾ ഹൗഡിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾ അറിയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 2 സെക്കൻഡ് സമയം മാത്രം മതി. എന്തായാലും ഇത് അങ്കിൾ ഹൗഡിയുടെ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. അതായത് അങ്കിൾ ഹൗഡിയുടെ ടീഷർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് WWE ഷോപ്പിൽ. നിങ്ങൾ ഉറപ്പിച്ചു മിക്കവാറും ഈ ഒരു കിങ് ഓഫ് ദി റിംഗ് ടൂർണമെൻറ്റിൽ അതിന് റിട്ടേൺ തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ടീഷർട്ട് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അത്ര വലിയ ഡിസൈനൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ലൊരു ടീഷർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അങ്കിൾ ഹൗഡിക്ക് എന്തിനാണ് ടീഷർട്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും WWEക്ക് വിറ്റ് പൈസ ഉണ്ടാക്കണം, അതിന് വേണ്ടി ഇറക്കിയതാണ്. അങ്കിൾ ഹൗഡിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അലക്സ ബ്ലിസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും അലക്സ ബ്ലിസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഒന്നുമല്ല, എങ്കിൽ പോലും പറയാതെ പോകാൻ പറ്റില്ല. അതായത് അലക്സ ബ്ലിസ് ഏതാണ്ട് 480 ദിവസമായപ്പോൾ WWE വന്നിട്ട്, അതായത് 480 ദിവസമായിട്ട് അവർ WWE ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് 1.5 വർഷം ആയി എന്ന് തന്നെ പറയാം. നമുക്കറിയാം എന്തുകൊണ്ടാണ് അലക്സ ബ്ലിസ് WWE മാറിയുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആ ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ മാറിയുന്നത്. കാരണം ആ ഒരു സമയത്ത് അവർക്ക് WWE അല്ലെങ്കിൽ ഒരു റെസ്ലിംഗ് പ്രൊമോഷനിലേക്കും പോകാൻ സാധിക്കത്തില്ല. എന്തായാലും ആ ഒരു 480 ദിവസം ഏതാണ്ട് അവസാനിക്കാറായെന്നാണ് വിചാരിക്കുന്നത്. ഇനിയും 500 ദിവസം, കുറഞ്ഞൊരു 500 ദിവസം കൂടെ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അതിലൊന്നും കൂടാൻ പോകുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അലക്സ ബ്ലിസിന് റിട്ടേൺ ഉണ്ടായിരിക്കും.